അവന്റെ രക്തം കൊടുത്തവൻ നമ്മളെ വീണ്ടെടുത്തു. എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റുന്നുണ്ട്? യേശു തന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തു. ഇതിനകത്തിരിക്കുന്നവരെല്ലാം രക്തത്തിന്റെ വിലയാ. ആമേൻ. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടുള്ള വീണ്ടെടുപ്പും ആട്ടിൻകുട്ടിയുടെ രക്തത്തിന്റെ വീണ്ടെടുപ്പും പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ പുതു നിയമസഭയ്ക്ക് അങ്ങനത്തെ ഒരു വീണ്ടെടുപ്പില്ല. പൊന്നും വെള്ളിയല്ല, വിലയേറിയ ആട്ടിൻകുട്ടിയെയുമല്ല, മറിച്ച് അതിനേക്കാൾ വിലയേറിയ യേശുവിന്റെ രക്തത്താലാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെ നോക്കി പരിശുദ്ധാത്മാവ് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നീ രക്തത്തിന്റെ വിലയാണ്. രണ്ടാമത്തത്, നിന്റെ മേൽ നീ പോലും അറിയാത്ത രക്തത്തിന്റെ അടയാളം വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷമുള്ള സന്ദേശം പറയാം. എല്ലാവരെയും നേരിടുന്നത് നിന്നെ നേരിടാത്തതിന്റെ കാര്യം കയ്യടിയുടെ മികവ് കൊണ്ടല്ല, ഉപവാസത്തിന്റെ മികവ് കൊണ്ടല്ല, ശക്തനായതുകൊണ്ടുമല്ല, മറിച്ച് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ ദേഹത്ത് വ്യാപരിക്കുന്നത് കൊണ്ടാണ്. അവന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്നവർ നന്നായിട്ട്